നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ പറിച്ച കുറച്ച് പയറാണ്. ഇതാ കണ്ടോ, അത് മെഴുക്ക് പുരട്ടാനായിട്ട് ഉണ്ടാക്കി അരിഞ്ഞു വെച്ചിരിക്കുവാണേ. ഇത് അതിൻ്റെ കുറച്ച് പരിപ്പാണ്. കാരണം ആദ്യം വീണ പയറെല്ലാം മുറ്റിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ എല്ലാം അത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പരിപ്പെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പം ഞാനൊന്ന് മെഴുക്ക് പുരട്ടാനായിട്ട് ഒന്നിടട്ടെ. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കടുകും ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പയറൊന്ന് ഞാനൊന്ന് അതിലോട്ടൊന്ന് തട്ടുവാണേ. ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് അടച്ചിടാവേ. ഇതാ ഏകദേശം ഇത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇറുത്ത് മാറ്റി വെച്ചിരുന്ന ഈ പരിപ്പ് അതിൽ കൂടെ അങ്ങോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാവേ. അത് ആദ്യമേ തന്നെ ഈ പരിപ്പ് ഇതിൻ്റെ കൂടെ ഇടരുത്, ഇത് കരിഞ്ഞു പോകും. പയർ ഏകദേശം ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കൂടെ ഒന്ന് കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ പരിപ്പ് കൂടെ എടുത്തിട്ട് പ്രത്യേകം എടുത്തിട്ട് അവസാനം ഇത് ഒരു 1/2 ഭാഗം വെന്തതിന് ശേഷം അതും കൂടെ ചേർത്തിട്ട് കുഞ്ഞുങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കുകയും മുക്കിയ പയറിൻ്റെ പരിപ്പ് എടുത്തിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതൊന്ന് വേവട്ടെ. ഇതാ അങ്ങനെ നമ്മുടെ പയറെല്ലാം വെന്തിട്ടുണ്ട്. ഒരുപാട് കരിയുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പാത്രത്തിലോട്ട് മാറ്റാവേ. ഇതാ അങ്ങനെ നമ്മുടെ അടിപൊളി പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.